ആസിഫ് അലി അടിപൊളി, സൂപ്പർ ത്രില്ലിംഗ് മൂവി, നല്ല മൂവി. ശരിക്കും ഒരു ഹോളിവുഡ് ലെവലിൽ മോളിവുഡ് മൂവി എടുത്തിരിക്കണം. നല്ലായിരുന്നു, നല്ല മൂവിയാണ്. Amazing movie, you must watch it, and it's a beautiful film, amazing cinema making, amazing frames, beautiful performances. Asif Ali is looking very different from his original look. Amla Paul has really performed beautifully, very good acting, very good performances. Thank you so much. ലെവൽ ക്രോസ് ഒരു ഡിഫറെൻറ്റ് മേക്കിംഗ് ഫിലിമാണ്. അതായത് ഒരു ഫ്രഞ്ച് സ്പാനിഷ് പടം കണ്ടിട്ട് കിട്ടുന്നൊരു ഫീൽ ഈ പടം തന്നിട്ടുണ്ട്. ഇതുവരെയും നമ്മൾ ആസിഫിനെ കണ്ടിട്ടില്ലാത്തൊരു രീതിയിലാണ് പടത്തിൽ ആസിഫിൻ്റെ ഒരു ക്യാരക്ടർ പോകുന്നത്. എന്താ പറയുക, ജിത്തു ജോസ് പ്രസൻസ് ആണ് പടം. അപ്പോൾ ജിത്തു ജോസഫ് സാറിൻ്റെ ഒരു വേ ഓഫ് സ്റ്റൈൽ പടത്തിൽ ഓൾറെഡി ഉണ്ടാവും. എന്താ പറയുക, തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയ തിയേറ്റർ വാച്ചബിൾ തന്നെയാണ്. എസ്പെഷ്യലി ഷറഫുദ്ദീൻ്റെയും അമലാപോളിൻ്റെയും ഷറഫുദ്ദീനും അമലാപോളും ആസിഫിനെ മത്സരിച്ച് അഭിനയിക്കുന്ന ഒരു ഫീൽ തന്നിട്ടുണ്ട്. ആസിഫിക്കാണ് ഒരു ക്യൂട്ട്നെസ്സും ആസിഫിനോട് ഒരു ചിരിയും സംസാരവും എല്ലാം ഇതുവരെ നിങ്ങൾ സ്ക്രീനിൽ കാണാത്തിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഓഫ് കോഴ്സ് റോഷാക്കിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു ഡിഫറെൻറ്റ് മേക്കിംഗ് സ്റ്റൈൽ പിടിച്ചേക്കുന്ന ഒരു വെറൈറ്റി മൂവിയാണ്. ഒരു ഫ്രഞ്ച് സ്പാനിഷ് ഒരു സ്റ്റൈൽ ഈ പടത്തിന് തരാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഓഫ് കോഴ്സ് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പടം മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഓവറോൾ ഒരു സ്ലോ ഫേസ്ഡ് ഡ്രാമ ത്രില്ലർ, അതാണ് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഉറപ്പുള്ള നേരിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. എൻ്റെ സംവിധായകൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടായിട്ട് അദ്ദേഹം അഭിനയിച്ചിരുന്നു. പക്ഷേ ശരിക്കും ജിത്തു സാറിൻ്റെ ഒരു വൈസ് ക്യാപ്റ്റനാണ് അർഫാസ്ക. ഗംഭീരമായിട്ട് അദ്ദേഹം ഈ സിനിമ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡെബ്യൂട്ട് ഫിലിമാണ്. ഭയങ്കരമായിട്ട് ആസ് ആൻ ഓഡിയൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു മൂമെൻറ്റ് പോലും ബോറടിച്ചിട്ടില്ല. അത്രയും എക്സൈറ്റിങ്ങും ത്രില്ലിങ്ങും വരുന്ന സിനിമ, ഗംഭീര സിനിമ. എസ്പെഷ്യലി ക്രെഡിറ്റ്സ് ടു ദ ക്യാമറാമാൻ. ഭയങ്കര ഗംഭീര വിഷ്വൽസ് ആണ്. കാരണം ഭയങ്കര എന്താ പറയുക, ഭയങ്കര വലിയ ടെറൈനും വൈറ്റ് ഷോട്ട്സ് കുറേയുള്ള ഒരു സീനായിരുന്നു. അപ്പോൾ ഭയങ്കര ഭംഗിയായിട്ടാണ് അദ്ദേഹം ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഹാറ്റ്സ് ഓഫ് ടു ദ ആക്ടേഴ്സ്. അസിഫ്ക ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അമല മാമും അസിഫ്കയും ഷറഫുദ്ദീനിക്കയും അത് വളരെ കുറച്ച് ആക്ടേഴ്സേ ഉള്ളൂ. അവർ ഭയങ്കര എന്താ പറയുക, നമ്മളെ ബോറടിപ്പിക്കാതെ അത്രയും ഭയങ്കര ടൈറ്റായിട്ടാണ് അവർ പെർഫോം ചെയ്തത് കൊണ്ടുപോയത്. ഭയങ്കര എൻഗേജിങ് ആയിരുന്നു അവരുടെ പെർഫോമൻസ്. ആ ഒരു കുറേ ചേഞ്ചസ് ഉണ്ട്, കുറേ ട്വിസ്റ്റും പരിപാടിയും കുറേ പ്രതീക്ഷിക്കാൻ പാടത്തില്ല. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. ആസ് ആൻ ഓഡിയൻ ഞാനിപ്പോഴും അത് വിട്ടുമാറിയിട്ടില്ല. ആ ഒരു സ്പേസിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. ഭയങ്കര എനിക്ക് ഇനിയും സിനിമ ഒന്നുകൂടി കാണണം, സിനിമ കാണണം. ഭയങ്കരമായിട്ട് ആസ് എ ഓഡിയൻ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ എല്ലാവരും കാണണം, എല്ലാ പ്രേക്ഷകരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു. ഗംഭീര പടമാണ്. അത് നമ്മൾ കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഗംഭീര ട്വിസ്റ്റുകളാണ്. കുറേ പടത്തിൽ ഭയങ്കര ട്വിസ്റ്റുകളുണ്ട്. ആസിഫ് അലിയുടെ വേറൊരു ലെവൽ ഓഫ് ആക്ടിംഗ് ആണ്. ആസിഫ് അലി മാത്രമല്ല, എല്ലാവരും ഷറഫുദ്ദീൻ, അമലാപോൾ എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും വന്ന് കാണണം. നമ്മൾ ട്രailerൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറൊരു മൂഡൊക്കെ വിചാരിക്കും. പക്ഷേ പടം ഗംഭീര ട്വിസ്റ്റാണ്. നല്ല പടമാണ്. എല്ലാവരും വന്ന് കാണണം. താങ്ക് യു. നമ്മുടെ